മത്സരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മഹാരാഷ്ട്രയിലെ ഗ്രാമീണ മേഖല. മഹാരാഷ്ട്രയിലെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ ബൈൽഗാഡി ശരീഅത്തിന്റെ കാലമാണ്. ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത തരം കാളയോട്ട മത്സരങ്ങളുടെ മറാഠി പതിപ്പാണ് ബൈൽഗാഡി ശരീഅത്ത്. കാളകളെ ഉപയോഗിച്ചുള്ള കാർഷിക വിനോദമായ ബൈൽഗാഡി ശരീഅത്ത് മറാഠി ഗ്രാമങ്ങളിൽ വർഷങ്ങളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. വർഷത്തിൽ ഒരു തവണ നടക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കാളകളെ കൊണ്ടുവരുന്നുണ്ട്. 4 കാളകൾ അടങ്ങുന്നതാണ് ഒരു ടീം. ഓട്ടം ആരംഭിക്കാനുള്ള സ്റ്റാർട്ട് വിസിൽ ലഭിച്ചാലുടൻ മുന്നിലൊരു കുതിര അതിവേഗം പായും. ഈ കുതിരയ്ക്ക് പിന്നിൽ ആദ്യം നുകം വെച്ച് കെട്ടിയ 2 കാളകളോടും അതിൻ്റെ പിന്നിൽ 2 കാളകൾ വളരെ ചെറിയ ഒരു കാളവണ്ടിയും വലിച്ചുകൊണ്ടോടും. 100 മീറ്ററാണ് ഓട്ടം. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ലക്ഷ്യം താണ്ടുന്ന ടീമിന് സമ്മാനം ലഭിക്കും. 12 सेकंड हो गया तो फर्स्ट नंबर, 13 हो गया तो 2 नंबर, 14 हो गया तो 3 नंबर, ऐसा रहता है वो. ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 1 ലക്ഷം രൂപ വരെ സമ്മാനം കിട്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നതെങ്കിലും ഈ മത്സരവേദികളിൽ രാഷ്ട്രീയമില്ല. ये नहीं चुनाव के लिए नहीं है, ये तो एक मनोरंजन के लिए कार्यक्रम रखते हैं. ബൈൽഗാഡി ശരീഅത്ത് എന്നതിനു പുറമെ ചക്കാടി, ശങ്കർപത്ത് എന്നീ പേരുകളിലും ഈ കാളയോട്ട മത്സരം അറിയപ്പെടുന്നുണ്ട്. മൃഗങ്ങളോടുള്ള ക്രൂരത ചൂണ്ടിക്കാട്ടി ഇടക്കാലത്ത് നിർത്തിവച്ചിരുന്ന ഈ മത്സരം സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് പുനരാരംഭിച്ചത്. മഹാരാഷ്ട്രയിലെങ്ങും കനത്ത ചൂടാണ്. തെരഞ്ഞെടുപ്പ് രംഗവും ചൂടായി വരികയാണ്. പക്ഷെ അതിലേറെ ചൂടാണ് ഈ കളിമൈതാനങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.